തെരയാവുന്ന സ്ഥലത്തൊക്കെ ഞാൻ തെരഞ്ഞു നോക്കി. ശിവൻകുട്ടിയുടെ പൊടിയുമില്ല, മായയുടെ പുകയുമില്ല. പോലീസിലൊരു പെറ്റീഷൻ കൊടുത്തു. ഇൻസ്പെക്ടർ ഇത്തിരി പൈസ ചോദിച്ചപ്പോ ആ പെറ്റീഷൻ ഞാൻ തന്നെ തിരിച്ചു വാങ്ങി. അങ്ങനെ പോലീസിന് കൈക്കൂലി കൊടുത്ത് തിരിച്ചു വാങ്ങേണ്ട ചരക്കൊന്നും അല്ലല്ലോ നമ്മുടെ ശിവൻകുട്ടി, അല്ലേ കൂടപ്പറപ്പേ? അതെ. ഇവിടത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? ഒരുവിധം സുഖമായിട്ട് പോകുന്നുണ്ട്. പിന്നെ ആ ഡോക്ടറും ഭാര്യയും കുഞ്ഞും താമസം ഇങ്ങോട്ട് മാറ്റി. ഞങ്ങളൊക്കെ പട്ടിണിയിലാ. ഓരോ ദിവസത്തെ ചെലവ് കാണുമ്പോ കണ്ണില് വെള്ളം നിറയും. അച്ഛന് ഒരു സംശയവും ഇല്ല. ചറവറാന്ന് അവളോട് സംസാരിക്കുന്ന കാണാം. അതിന് അവക്കെന്ത് മനസ്സിലാവാനാ? അതിന് മലയാളം അറിയോ? അളിയോ, ഞാൻ ആ കുട്ടിയോട് സുഖമാണെന്ന് ചോദിച്ചു. എടുത്ത വഴിക്ക് അവളെ അച്ഛാന്ന് പറഞ്ഞു. അച്ഛന് വിളിച്ചപ്പോ പിന്നെ ഞാൻ ഒന്നും മിണ്ടാൻ. പിന്നെ അച്ഛൻ അവളോട് വക്കീലിനെ വിളിക്കാൻ പറയണത് കേട്ടു. ഏത് വക്കീല്? അവള് തന്നെ വക്കീല്. വേറെ ഏത് വക്കീല്? അച്യുതൻകുട്ടി, നാരണൻകുട്ടി, എന്താച്ചാ? മായ എവിടെ? അവളെയും കൂടെ വിളിക്കേ. മായ മായ എന്ത്? മായ അവള് കുളിക്കാച്ചാ, വിളിക്കണോ? അല്ലെങ്കിൽ വേണ്ട. ഇഷ്ടദാനം പറഞ്ഞു കൊടുക്കുന്ന ഈ നേരത്ത് അവളെന്തിനാ? കേട്ടോ വക്കീലേ, എനിക്ക് മക്കള് 4, 2 ആണും 2 പെണ്ണും. എല്ലാറ്റിലും ഇളയതാ ചിന്നമ്മു. അവളെ വളരെ മുമ്പേ ദൈവം തിരിച്ചെടുത്തു. ചിന്നമ്മു മരിക്കുമ്പോ എന്റെ മായമോള് ദേ ഇത്രേ ഉള്ളായിരുന്നു. ഒരു എലിക്കുട്ടിയെ പോലെ. എന്റെ പ്രാണന അവള്, ജീവന്റെ ജീവൻ. അവളൊന്ന് കരഞ്ഞാ മതി, എന്റെ പ്രാണൻ മുറുകും. എന്നെ ചതിക്കാത്ത, മറിച്ചൊരു വാക്ക് പറയാത്ത ആ കുഞ്ഞിനുള്ളതാ എന്റെ ശേഷിക്കുന്ന സ്വത്ത് മുഴുവൻ. അവളുടെ കല്യാണത്തിന് മുമ്പ് എനിക്കതൊന്ന് എഴുതി വെക്കണം. ഇതാ, ഇവർക്കെല്ലാം ഞാൻ നേരത്തെ തന്നെ ആവശ്യത്തിലധികം കൊടുത്തിട്ടുണ്ട്. എല്ലാം വായിച്ച് എനിക്കൊരു ഇഷ്ടദാനം എഴുതി തരണം. എടാ, ഞാനീ പറഞ്ഞതൊക്കെ ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ ഈ കുട്ടിക്കൊന്ന് പറഞ്ഞു കൊടുക്കണം. ചതിയായിപ്പോയല്ലോ മകളെ. കമലാക്ഷി, നമുക്കൊന്നുമില്ലേ? ഡോക്ടറെ, ഒരു കാര്യം പറഞ്ഞോട്ടെ. ചോറ്റാനിക്കര പേടാപ്പി കേസ്റ്റേ തോട്ടം ഈ അച്യുതൻകുട്ടി എഴുതി രജിസ്ട്രേഷൻ കൊടുക്ക്. ഇതിന്റെ അപ്പുറത്ത് കിടക്കണ വയല്, തോട് ഫുള്ളായിട്ട് ഡോക്ടറെ, എനിക്ക് ഇംഗ്ലീഷ് ഹിന്ദി ഒന്നും അറിയില്ല. അച്ഛന് തലയ്ക്ക് നല്ല സുഖമില്ല. ഈ കുട്ടിക്കാണെങ്കിൽ അച്ഛൻ പറഞ്ഞോട്ട് മനസ്സിലായിട്ടും ഇല്ല. ഇഷ്ടദാനത്തിൽ ഇപ്പൊ എന്താ എഴുതി വെച്ചിരിക്കണമെന്ന് അച്ഛൻ അറിയാനൊന്നും പോണില്ല. വടക്കേ വയലും കളപ്പുരയും എനിക്ക് തരാമെന്ന് അച്ഛൻ പണ്ടേ പറഞ്ഞിട്ടുള്ളതാ. നമ്മൾ തമ്മിലൊരു ചെറിയ അഡ്ജസ്റ്റ്മെന്റ്. ചോറ്റാനിക്കര അച്ഛനൊരു തോട്ടമുണ്ട്. മായക്കൊന്നും നോക്കേണ്ടത്താനാവില്ല. ഡോക്ടർ പറഞ്ഞാൽ ഭാര്യ അത് എന്റെ പേരിൽ എഴുതി വെക്കും. എന്ത് കമ്മീഷൻ വേണമെന്ന് പറഞ്ഞാ മതി. മതി, നിർത്ത്. സാരമില്ല. സത്യം പറഞ്ഞ ചുറ്റും നിൽക്കുന്നവരുടെ യഥാർത്ഥ മുഖം കാണാൻ ഭാഗ്യം ചെയ്തോള നീ. നിന്റെ മുത്തച്ഛന്റെ സ്നേഹം. അദ്ദേഹം നല്ലൊരു മനുഷ്യനാ, നല്ല മനുഷ്യൻ. കരഞ്ഞത് മതി, ആരോടൊന്നും പറയണ്ട. അവർക്ക് ഇഷ്ടദാനമല്ലേ വേണ്ടത്, നമുക്കത് കൊടുക്കാം. അമ്മയ്യേ, ചിക്കൻ ലാവോ? ഇങ്ങനെ കോഴിയെ തിന്നാൻ ഇവൻ ആരാ? കുറുക്കനോ? പോലെ ഒന്നും പറഞ്ഞില്ല പരമാനന്ദജി. നല്ല നാടൻ കോഴിയാണ്. നാണമില്ലാതെ ഞണ്ണാൻ പറഞ്ഞതാടാ കാലാ. ബോല ബോല മേഡം. ഇതിനാടി രാജയോഗം എന്നൊക്കെ പറയുന്നത്. നമ്മളെ സഹായിക്കാൻ ദൈവം ശിവൻകുട്ടിയുടെ രൂപത്തിൽ വന്നതാ. അവനില്ലായിരുന്നെങ്കിൽ ഞാൻ ഈ കട്ടിൽ ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കായിരുന്നോ?
ശിവൻകുട്ടിയേട്ടൻ എവിടെയായിരിക്കും പോയിട്ടുണ്ടാവുക? ഹ്, ഇവിടത്തെ വെള്ളം തീർന്നപ്പോ വെള്ളമുള്ള വേറെ സ്ഥലം നോക്കി പോയി കാണും. അവന്റെ കാര്യത്തിലല്ല, അവന്റെ കൂടെ ചാടിപ്പോയ പെണ്ണിന്റെ കാര്യം ഓർത്തിട്ട് എനിക്ക് സങ്കടം. മിക്കവാറും അവൾ അവനെ ഇതിനകം ഉപേക്ഷിച്ച് കാണും. രാത്രി എന്താ കഴിച്ചത്? ഹ്, ഞാനിപ്പൊ പാൽക്കഞ്ഞിയും പഴവും ജ്യൂസൊക്കെ അല്ലേ കഴിക്കുന്നത് മോളെ. ഇതൊക്കെ എപ്പോഴാ കഴിക്കാൻ തുടങ്ങിയത്? നീ നോക്കിക്കോ, ഈ ഡോക്ടർ ഇവിടെ കൊലക്ക് കൊലക്കാൻ പോവല്ലേ. ഇതാണ് വീട്. വാ വാ. നാരായണകുട്ടി ഓടി വാടാ. നാരായണകുട്ടി ആകെ പ്രശ്നമായടാ. അമേരിക്കന്തോ ഇംഗ്ലണ്ടിന്തോ ഒരു സേതുവാദവരെ കൊണ്ട് ഗോവിന്ദ കുട്ടി മായ പെണ്ണ് കാണാൻ വരുന്നു. കുടുങ്ങി നമ്മൾ കുടുങ്ങി. എന്റെ ഈശ്വര ഇപ്പൊ എന്താ ചെയ്യാ? നിങ്ങൾ എന്തെങ്കിലും ചെയ്യ, എനിക്കൊന്നും അറിയാൻ മേല. അയ്യോ, ഞാൻ എവിടെങ്കിലും പോയി ഒളിക്കാൻ പോവാ. പെങ്ങളെ. ഓ അയ്യോ എടാ നാരായണകുട്ടി. ആരും കാണുന്നില്ലല്ലോ. മൂത്തളിയോ? മൂത്തളിന് ഇഷ്ടപ്പെട്ട ഒരു കാര്യം പറഞ്ഞ അത് ഈ ഗോവിന്ദൻകുട്ടി സാധിപ്പിച്ചു തരും. എന്തായി? സേതുമാധവനും മായും പരസ്പരം ഒന്ന് കാണട്ടെ. ആകെ ഒരാഴ്ചത്തെ ലീവേ ഉള്ളൂ. അതാ പെട്ടെന്ന് വന്ന്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാ പിന്നെ വെച്ച് നീട്ടണ്ട. കല്യാണം വേഗം നടത്തണം. മായ ഏതായാലും ഞാൻ നീ ബോംബെക്കൊന്നും അയക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അയ്യോ, അതൊന്നും പറ്റില്ല. ബോംബെയിൽ എന്റെ ഒരു സിസ്റ്റർ ഉണ്ട്. കല്യാണം കഴിഞ്ഞാൽ അവിടെ ഒന്ന് പോണ്ടി വരും. അതൊക്കെ പോവാന്നേ. സോറി, തൽക്കാലം ഞാൻ എന്റെ ഭാര്യയെ കെട്ടിച്ചുവിടാൻ ഉദ്ദേശിക്കുന്നില്ല. എതിര് പറയരുത്. ഞങ്ങൾ കൂട്ടത്തോടെ ആത്മഹത്യ ചെയ്യേണ്ടി വന്നു. അതും നല്ലത്. അച്ഛൻ ഞങ്ങളെ പുഴുങ്ങും ഡോക്ടറെ. ഒഴുങ്ങിക്കോട്ടെ. സാറിന്റെ കാല് ഞങ്ങൾ നാല് മണിയും പിടിച്ചോ, പക്ഷെ ഭാര്യയെ കെട്ടിച്ചേരാൻ പറ്റില്ല. വെറുതെ അവിടം വരെ വന്ന ഇംഗ്ലണ്ടുകാരനെ ഒന്ന് കണ്ടാ മതി സഹോദര. എന്നാ പിന്നെ നിങ്ങൾക്ക് പോയിന്ന് കണ്ടൂടെ സഹോദരി? അയാൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചാൽ ദാ ഇവിടുന്ന് രക്ഷപ്പെടാലോ. ഞങ്ങൾ എന്ത് വേണമെങ്കിലും തരാം. ഈ ഒരു സഹായം കൂടി ഡോക്ടറെ ഞങ്ങൾക്ക് ചെയ്തു തരാം. ഇല്ലെങ്കിൽ ഞാൻ ഈ പിടി വിടും. സഹോദരി ആവോ ആവോ, കാല് പിടിക്കാൻ സഹോദരി ആവോ. പൊന്നു മോളെ, ഇത് കാണാൻ മോടെ അമ്മയും അച്ഛനും ഇല്ലാതായിപ്പോയല്ലോ. ചെല്ല് മോള് ചെല്ല്. എന്താ അളിയാ ഇത്? ഇതൊക്കെ കണ്ടുകൊണ്ട് ചിന്നമ്മൂന്റെ ആത്മാവ് സന്തോഷിക്കുന്നുണ്ടാവില്ലേ? ആത്മാവല്ല, ഇതൊക്കെ കണ്ടോണ്ട് പുറത്തൊരു ഡോക്ടർ വന്ന് കയറും പൊട്ടിച്ച് നിൽക്കുന്നുണ്ട്. അയാൾ അങ്ങനെ ഇങ്ങോട്ട് കയറി വരുമെന്ന് എന്റെ പേടി. അവിടെ എന്താ നടക്കണേ? ഓ പെണ്ണ് കാണാൻ പോയിട്ട് ഒരു മുൻപരിചയമില്ല. ഇതെന്റെ ആദ്യത്തെ അനുഭവമാണ്. മായക്ക് എന്നെ ഇഷ്ടായോ? സത്യത്തിൽ ഗോവിന്ദൻകുട്ടി ചേട്ടൻ പറഞ്ഞു കേട്ടപ്പോ മായ അത്രയും സുന്ദരിയാണെന്ന് ഞാൻ വിചാരിച്ചില്ല. കഴിഞ്ഞ ആഴ്ച ന്യൂയോർക്കിൽ ഒരു പുഞ്ചിരി മത്സരം ഉണ്ടായിരുന്നു. അന്നവിടെ മായ ഉണ്ടായിരുന്നെങ്കിൽ 1ാം സമ്മാനം ഞാൻ അടിച്ചേനെ. സാരമില്ല, അടുത്ത മത്സരം നവംബറിലാണ്. അതിനു മുമ്പ് കല്യാണം കഴിഞ്ഞ് നമ്മളങ്ങ് എത്തുമല്ലോ. എന്താ മായ? എന്താണെങ്കിലും പറ, ഞാൻ പരിഹാരം ഉണ്ടാക്കാം. മുത്തച്ഛനെ പിരിഞ്ഞ് ഞാൻ എങ്ങോട്ടുമില്ല. സേതുമാധവൻ ഇംഗ്ലണ്ടാണ് വലുത്, ഞാനല്ല. എന്നെ വേണമെങ്കിൽ ഇംഗ്ലണ്ടിലെ സകലത് ഉപേക്ഷിച്ച് സേതുമാധവൻ ഇന്ത്യയിൽ ഈ നാട്ടിൽ വരണം. ഒരു ജോലിയും കിട്ടിയില്ലെങ്കിൽ കൂലിപ്പണി എടുക്കണം. അത് സേതുമാധവനെ കൊണ്ട് സാധിക്കില്ല. സാധിക്കും. മായയ്ക്ക് വേണ്ടി ഇംഗ്ലണ്ടല്ല, സകലതും ഞാൻ ഉപേക്ഷിക്കും. മായയ്ക്ക് ആളെ ഇഷ്ടമല്ലോ. അടുത്ത ആഴ്ച തന്നെ സേതുമാധവന്റെ വീട്ടുകാർ വരും. കല്യാണം എത്രയും പെട്ടെന്ന് നടത്തണം. അതങ്ങ് പള്ളി പറഞ്ഞാൽ മതി. താനാരാ? ദേ ഗോവിന്ദൻകുട്ടി മാമ ഇവളെന്റെ ഭാര്യയാണ്. മാത്രമല്ല ഒരു കുഞ്ഞിന്റെ അമ്മയാ. ഇവിടത്തെ മായ ശിവൻകുട്ടിയുടെ കൂടെ നാട് വിട്ടിട്ട് കാലം കുറയായി.
അതറിഞ്ഞ ഇവിടുത്തെ മുത്തച്ഛന്റെ കാറ്റ് പോകുന്നു പറഞ്ഞ് ഇവരെല്ലാരും കൂടിയിട്ട് ഇവിടെ വെച്ച് നാടകം കളിക്കുക. ഒരു ഇംഗ്ലണ്ടുകാരൻ ഇവിടെ കല്യാണം കഴിച്ചു കൊടുത്തിട്ട് ഈ കുടുംബം കലക്കരുത്. ഉയ്യോ, നീ എന്താ ഇങ്ങോട്ട് വന്ന് പറയട്ടെ. वो आदमी कदम हो गया. വേണ്ട, മൂത്തൊള്ളിനോടൊന്നും പറയണ്ട, ഞാനും പറയുന്നില്ല. പക്ഷെ ആ ശിവൻകുട്ടി ഉണ്ടല്ലോ, അവനും അവളും എവിടെ ഉണ്ടെങ്കിലും ഞാൻ പൊക്കും. അവന്റെ ശവം ഞാൻ ഈ വീട്ടുമുറ്റത്ത് കൊണ്ടുവന്നിടും.